നമ്മൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കഴിക്കുന്ന ഒരു ബിസ്ക്കറ്റാണ്, നമ്മൾ ഹെൽത്തി ബിസ്ക്കറ്റാണെന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിക്കുന്നതാണ് ആരോ റൂട്ട്. അത് കഴിച്ചിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എപ്പോഴേലും ഇതിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ടുണ്ടോ? ഇതിലൊരു 70% മൈദയും ആകെ 0.1% മാത്രമാണ് ആരോ റൂട്ട് ഉള്ളത്. ബാക്കി കണ്ടൻറ്റ്സ് നിങ്ങളൊന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു ആരോ റൂട്ട് ബിസ്ക്കറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. അതും ഒരു 30 മിനിറ്റ്സ് ഉണ്ട്. വീക്ക്ലിയോ ബൈ വീക്ക്ലിയോ ഒരു 30 മിനിറ്റ്സ് മാത്രം മതി. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തത്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം ഞാൻ ഡേറ്റ്സ് പൗഡർ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജാഗരി ഏത് സ്വീറ്റ്നറാണ് അതെടുക്കാം, മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. പിന്നെ ഒരു മുട്ടയിട്ടു. അതെല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാനൊരു 5 ടേബിൾ സ്പൂണോളം ഞാൻ ജോവർ ഫ്ലോറാണ് യൂസ് ചെയ്തത്. ഗോതമ്പ് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. അതും പിന്നെ അതുപോലെ 6 ടേബിൾ സ്പൂണോളം ആരോ റൂട്ട് പൗഡറും ഇട്ട്, പിന്നെ സൈലിയം ഹസ്ക് എന്ന് പറഞ്ഞൊരു ഇതാണ് ഇപ്പോൾ ഇടുന്നത്, അതൊരു ടേബിൾ സ്പൂൺ. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷനിലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. വാനില എസൻസ് വേണമെങ്കിൽ ഒഴിക്കാം, ഞാൻ ഒഴിച്ചിട്ടില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അധികം കുഴയ്ക്കണ്ട, കൈകൊണ്ട് മാത്രം മിക്സ് ചെയ്തെടുത്തിട്ട് റോൾ ചെയ്തിട്ട് ഇങ്ങനെ ദാണ്ട് ഏതിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ കുട്ടിയായിട്ടാണ് എടുത്തത്, കാരണം എൻ്റെ മോന് കൊടുക്കാനാണ്. അപ്പോൾ വലിയതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനത് കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ പൊടിച്ച് കളയുന്നൊരു പരിപാടിയുണ്ട്. അവനൊരു 1.25 വയസ്സായിട്ടേ ഉള്ളൂ. അതിനുശേഷം 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്തെടുത്തു. അപ്പോൾ ദാണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ്